എബ്രായ ലേഖനം 11-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 11, അതിന്റെ പല വാക്യങ്ങളിലൂടെ നാം കടന്നുപോയി. പ്രത്യേകിച്ച് ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഒരേ വാക്യത്തിൽ തന്നെയാണ് ഏറിയ സമയം നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അതിന്റെ 28-ാം വാക്യം വരെ നമ്മൾ കവർ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. 29-ാമത്തെ വാക്യമാണ് ഹീബ്രൂ ചാപ്റ്റർ 11 വേഴ്സ് 29. അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അത് മിസ്രയീമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. വിശ്വാസത്താൽ ചെങ്കടൽ കടന്നു. വിശ്വാസത്താൽ കരയിൽ എന്നതുപോലെ ചെങ്കടലിൽ കൂടി അവർ കടന്നു. മിസ്രയീമ്യർ അത് ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. പെസഹ കുഞ്ഞാടിന്റെ ചോരത്തളി ആചരിച്ച് വിടുതൽ പ്രാപിച്ചതുകൊണ്ട് മാത്രമാകുന്നില്ല. പെസഹ കുഞ്ഞാടിന്റെ രക്തത്താലുള്ള വിടുതൽ പ്രാപിച്ച ജനം കനാൻ നാട്ടിൽ പ്രവേശിച്ച് അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അവകാശങ്ങൾ പ്രാപിക്കണം. ഇതാണ് ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവർ മിസ്രയീമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ടാകുന്നില്ല, കനാൻ നാട്ടിൽ എത്തിച്ചേരേണ്ടത് ആവശ്യമാണ്. ഈ പഴയ നിയമത്തിലെ സംഭവങ്ങളെല്ലാം നമ്മുടെ പുതിയ ജീവിതത്തിൽ, ഒരു പുതിയ നിയമ വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ ആത്മീയ അർത്ഥത്തെ നൽകുന്നതാണെന്ന് നമുക്കറിയാമല്ലോ. പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്മീയാർത്ഥം എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപങ്ങളുടെ മോചനം പ്രാപിക്കുക, ജഡ്ജ്മെന്റിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക എന്നുള്ളതാണ്. സംഹാരദൂതൻ അർദ്ധരാത്രി കടന്നു പോകുമ്പോൾ പെസഹ കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടി മേലും പുരട്ടിയിരുന്ന അതിന്റെ ഫലമായി ഇസ്രയേൽ മക്കളുടെ ഭവനത്തിൽ മരണം നടന്നില്ല. ജഡ്ജ്മെന്റ്, ന്യായവിധി എന്നുള്ള വിടുതലിനെയാണ് അത് കാണിക്കുന്നത്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മിസ്രയീമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് കനാനിൽ പ്രവേശിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിലെ ആത്മീയ യുദ്ധങ്ങളെയും ആത്മീയ അനുഗ്രഹങ്ങളെയുമാണ് അത് കാണിക്കുന്നത്. Battles and blessings of the Christian life, that is the picture of the Israelites traveling from Egypt to Canaan. നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? മിസ്രയീമിൽ ഫറവോന്റെ അടിമനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമല്ല, ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇറങ്ങി പുറപ്പെട്ട എല്ലാവരും പാലും തേനും ഒഴുകുന്ന, ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കനാൻ നാട്ടിൽ എത്തിച്ചേരണമെന്നുള്ളതാണ്. കനാൻ നാട് എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വിജയകരമായ ക്രിസ്ത്യ ജീവിതത്തെയാണ് കാണിക്കുന്നത്. The life in Canaan for us is the picture of the victorious Christian life or the inheritance in Christ. Ephesians chapter 1 verse 3. എഫേസ്യർ 1:3 വായിക്കുന്ന എന്താണ്? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്നാൽ അനേക ക്രിസ്തീയ വിശ്വാസികളും പുതിയ നിയമ വിശ്വാസികളും ഇന്ന് ഈ പഴയ നിയമ ഇസ്രായേൽ മക്കളെ പോലെ, ഓൾഡ് ജൂയിഷ് പീപ്പിളിനെ പോലെ ആയിരിക്കുന്നവരാണ്. ഇറങ്ങി പുറപ്പെട്ടു, ഡെലിവേർഡ് ഫ്രം ദ ഈജിപ്റ്റ്, ഫറവോന് ഞാൻ ഇനി അടിമയല്ല എന്ന് പറഞ്ഞ് പാട്ടുമൊക്കെ പാടി ഇറങ്ങി പുറപ്പെട്ടു. എന്നാൽ ഇന്നും മരുഭൂമിയിൽ കിടക്കുകയാണ്. സ്റ്റിൽ ഇൻ ദ വിൽഡർനെസ് ഓഫ് അൺബിലീഫ്. അവിശ്വാസത്തിന്റെ മരുഭൂമിയുടെ അനുഭവത്തിൽ ജീവിക്കുന്ന അനുഭവമാണ് ഇന്ന് അനേകരുടെ ജീവിതത്തിലുള്ളത്. എന്നാൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചതുകൊണ്ടാകുന്നില്ല. ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ, ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഇൻഹെറിറ്റൻസ്, അവകാശങ്ങൾ നാം പ്രാപിക്കുകയാണ്. എബ്രായ ലേഖനം നമ്മൾ ആദ്യം വായിച്ചു വന്ന ഭാഗങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കുവാൻ തക്ക ഇടയായി തീർന്നു. നമുക്കൊക്കെ ഈ ഭാഗം വായിക്കുമ്പോൾ ഓർക്കുവാനുള്ളത് നമ്മുടെ ക്രിസ്ത്യ ജീവിതം എവിടെയായിരിക്കുന്നു. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതാണ്, ശരിയാണ്. കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്, ന്യായവിധിയിൽ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നും മരുഭൂമിയുടെ അവസ്ഥയിൽ ജീവിക്കുന്നവരാണോ?
കനാന് ദൈവം വെച്ചിരിക്കുന്ന അവകാശം, ഒരു ദൈവത്തിൽ വെച്ചിരിക്കുന്ന അവകാശം പ്രാപിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാവശ്യമായിരിക്കുന്നത് വിശ്വാസമാണ്. വിശ്വാസത്താൽ മാത്രമേ നമുക്കത് അനുഭവിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഈ ചെങ്കടൽ കടന്നതിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരണം. Exodus 14 is talking about the crossing of Red Sea. ചെങ്കടലിനെ കടന്നതിനെ കുറിച്ചാണ് 14-ാമത്തെ പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്നാൽ ചുരുക്കമായിട്ട് ഓർപ്പിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. The beginning of chapter 14, 14-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോലിന് കടലിന് മധ്യേ ബാൽ സെഫോന് സമീപത്തുള്ള പീഹഹീരത്തിനരികെ പാളയമിറങ്ങണമെന്ന് ഇസ്രായേൽ മക്കളോട് പറയുക. അതിന്റെ സമീപത്തുള്ള സമുദ്രത്തിനരികെ നിങ്ങൾ പാളയമിറങ്ങണം. എന്നാൽ അവർ ദേശത്ത് ഉഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നുവെന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയും. ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും. ഞാൻ യഹോവ ആകുന്നുവെന്ന് മിസ്രയീമ്യർ അറിയേണ്ടതിന് ഫറവോനിലും അവരുടെ സകല സൈന്യങ്ങളിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? God directed them to the near of the Red Sea. അവർ തനിയെ അങ്ങ് നടന്ന അബദ്ധത്തിൽ ചെങ്കടലിന്റെ അടുത്ത് വന്നതല്ല. അവരെ ദൈവമാണ് ഗൈഡ് ചെയ്തത്. ദൈവമാണ് അവരെ ഡയറക്റ്റ് ചെയ്തത്. ദൈവമാണ് അവരോട് പറഞ്ഞത്, നിങ്ങൾ ഇന്നിടത്തൂടെ പോകണം, ഇന്നിടത്ത് പാളയം ഇറങ്ങണം. എന്നിട്ട് ദൈവം പറഞ്ഞു, അനേകമല്ല, ഫറവോൻ നിങ്ങളെ ആക്രമിക്കാൻ പുറകെ വരും, അവൻ തന്റെ സൈന്യങ്ങളുമായി വരും, ഞാൻ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ദൈവം പറഞ്ഞതാണ്. എന്നാലും അവർ ഭയമുള്ളവരായി തീരുവാൻ തക്കം ഇടയായി തീർന്നു. അപ്പോൾ ദൈവം അവരോട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും മിസ്രയീമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന് നേരെ വരുന്നതായ പ്രയാസങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതുപോലെ ദ സെയിം വേ ദൈവം നമുക്ക് ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട്. ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. നമ്മളൊക്കെ സ്റ്റേജിൽ നിന്ന് കേൾക്കാറുണ്ട്, ക്രിസ്ത്യൻ ജീവിതം എന്ന് പറഞ്ഞാൽ മെത്തയുടെ അനുഭവമല്ല, മുള്ളുണ്ട്, പ്രയാസമുണ്ട്, കഷ്ടതയുണ്ട്, ശോധനയുണ്ട്, പീഡയുണ്ട്. ഇതിന്റെ എല്ലാം നടുവിലൂടെയാണ് പോകുന്ന വഴി എന്ന് ദൈവം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും ക്രിസ്ത്യൻ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ച നമ്മളെല്ലാവരും, ഇൻക്ലൂഡിങ് മീ, നമ്മളെല്ലാവരും ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ, ചെങ്കടലിന്റെ ആർത്തിരമ്പുന്ന ശബ്ദം കേൾക്കുമ്പോൾ, ശത്രുവിന്റെ സൈന്യ സന്നാഹങ്ങളോടുകൂടെ വരുന്ന ആ കുളമ്പടി കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാകുന്നത്? ഓ, ഇതൊക്കെ ദൈവം എന്നോട് പറഞ്ഞു, അവിടെ കുഴപ്പമൊന്നുമില്ല എന്നല്ല നമ്മൾ പറയുന്നത്. ഓ, എനിക്കിങ്ങനെ വന്നു, പ്രാർത്ഥിക്കണേ, ഉപവസിക്കണേ, ഇത് മുന്നോട്ട് പോകാൻ പ്രയാസമാ. നാം ഇസ്രായേൽ മക്കളെ പോലെ തന്നെ ഭയമുള്ളവരായി തീരുകയാണ്. മക്കളെ, ഭയവും വിശ്വാസവും കൂടെ ഒന്നിച്ചു പോകത്തില്ല. ഫിയർ ആൻഡ് ഫെയ്ത്ത് that cannot go together. ഫെയ്ത്ത് ഉണ്ടെങ്കിൽ പിന്നെ ഭയം ഉണ്ടാകത്തില്ല. എന്നാൽ നമുക്ക് ഭയം ഉണ്ടാകുന്നുവെങ്കിൽ, ക്രിസ്ത്യൻ ജീവിതത്തിൽ ഭയം നമ്മുടെ ജീവിതത്തിന് നേരെ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് വിശ്വാസം പോരാ എന്നുള്ളതാണ്. മിസ്രയീമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടതായ those who are delivered from the Egypt, their path is not going to be easy. There is a Pharaoh, there is a king, there is an enemy following them, pursuing them. ക്രിസ്തീയ ജീവിതത്തിൽ കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചതുകൊണ്ട് ഈസി ആ ലൈഫ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അത് ശരിയല്ല. ഫറവോന്റെ ആഗ്രഹമെല്ലാം പിടിക്കണം, കൊണ്ടുപോകണം, മടക്കി കൊണ്ടുപോകണം. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ ഒക്കെ, പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന അനേകരും അനേക വർഷങ്ങളായി വിശ്വാസ ജീവിതത്തിലൊക്കെ വന്നിട്ട്, എന്നാൽ തിരിഞ്ഞു നോക്കിയാൽ എന്തെല്ലാം പോരാട്ടങ്ങളിലൂടെയാണ് നാം കടന്നു വന്നിട്ടുള്ളത്. അധികം നാട് ക്രിസ്ത്യ ജീവിതത്തിൽ വന്നിട്ടില്ലെങ്കിൽ മറന്നു പോകരുത്, ഫറവോൻ തൊട്ടുപുറകെ ഉണ്ട്. 600 പ്രത്യേക രഥങ്ങളും പിന്നെ അവിടെയുള്ള സകല രഥങ്ങളും കുതിരകളും സൈന്യങ്ങളും ഒക്കെ പറയുന്നത്. ലക്ഷ്യം എന്താണ്? നഗരാനിലെത്തരുത്, പിടിച്ചുകൊണ്ടു പോകണം, തിരികെ കൊണ്ടുപോകണം. അതിനുവേണ്ടിയാണ്. എന്തെല്ലാം രീതിയിൽ നമ്മുടെ നേരെ ശോധനകൾ അയക്കാമോ, പ്രശ്നങ്ങൾ അയക്കാമോ, അതെല്ലാം സാത്താൻ കൊണ്ടുവരും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. എന്നാൽ ഇതിനെ ജയിക്കാനായിട്ട് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, വിശ്വാസത്തിന്റെ പാത.
വിശ്വാസത്താൽ ചുവടുകൾ എടുത്തു വെച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സാധാരണ ലക്ഷ്യമെല്ലാം നമ്മളെ പിടിക്കുക എന്നുള്ളതാണ്. 15-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം, അവര് ഇസ്രായേൽ മക്കൾ പാടുന്ന പാട്ടുണ്ട്. 15-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഫറവോനും ആളുകളും പറയുകയാണ്, ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തിയാകും, ഞാൻ എന്റെ വാൾ ഊരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. നമ്മെ നോക്കിക്കൊണ്ട് ശത്രു എന്നും പറയുന്ന ഇതാണ്, ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, അവിടെ എത്തിച്ചേർക്കത്തില്ല. സ്വർഗീയ ഭവനത്തിൽ യേശുവിനോടുകൂടെ അവനെ കൊണ്ടുചെല്ലുകയില്ല. അവന് പ്രശ്നം വരുത്തും, അവന്റെ വീട്ടിന് പ്രശ്നം വരുത്തും, രോഗങ്ങൾ വരുത്തും, പ്രയാസങ്ങൾ വരുത്തും, പീഡകൾ വരുത്തും, പിടിക്കും, കൊള്ളയിടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ശത്രു നമ്മുടെ പിന്നാലെ വരുന്നത്. എന്നാൽ ഇന്ന് നടുവിൽ നിലവിളിച്ച് കരഞ്ഞു പോകാനല്ല, വിശ്വാസത്താൽ പോകുന്നവർക്ക് വേണ്ടി അതിശയത്തിന്റെ വഴി, ഇതിനു മുമ്പ് ആർക്കും തുറക്കാത്ത വഴി തുറക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം പോരാ, വിശ്വാസം വർദ്ധിച്ചേ മതിയാകുകയുള്ളൂ. ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. ശത്രു നമ്മെ എപ്പോഴും പിന്നോട്ട് പിടിച്ചു വലിക്കുവാനായി അനേക തന്ത്രങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന്റെ നടുവിലും ധൈര്യമായി നിൽക്കുവാൻ നമുക്കിടയാകണം. ഇവിടെ ഞാൻ പറഞ്ഞു വന്നതിന് ചുരുക്കം ഇതാണ്, ദൈവം പറഞ്ഞ് ഗൈഡ് ചെയ്ത് മുന്നോട്ട് പോയി ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടും ഇസ്രായേൽ മക്കൾ ചെയ്ത എന്താണെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ താഴോട്ട് വായിച്ചു വരുമ്പോൾ ഫറവോൻ 10-ാം വാക്യം, ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തലയുയർത്തി മിസ്രയീമിന് പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടു വന്നത്? നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? ഇസ്രായേലിനർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണം എന്ന് ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമിനർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. നോക്കുക, അവരുടെ ഭയം, അവരുടെ അവിശ്വാസം, അതിന്റെ ഫലമായി അവർ കംപ്ലൈന്റ് ചെയ്യുന്ന ലീഡേഴ്സിനോടാണ്, ലീഡറായ മോശയോടാണ്. മോശയോട് കംപ്ലൈന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തോടാണ് കംപ്ലൈന്റ് ചെയ്യുന്നത്. മോശയെ ഗൈഡ് ചെയ്തത് ദൈവമാണ്, മോശയെ വിളിച്ചത് ദൈവമാണ്, ഇവരെ ഇവിടെ വരെ കൊണ്ടുവന്നത് ദൈവമാണ്. എന്നാൽ അവര് പറയുകയാണ്, ഞങ്ങൾക്ക് തിരിച്ചു പോയാൽ മതി, ഞങ്ങൾക്ക് അവിടെ അടിമവേല ചെയ്താൽ മതി, ഫറവോന്റെ കീഴിൽ കിടന്നാൽ മതി, അതാണ് ഇതിനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞ് ഭയപ്പെടുവാൻ തന്നിടയായി തീർന്നു. നമ്മുടെ ഈ ക്രിസ്ത്യൻ ജീവിതത്തിൽ മുന്നോട്ടിറങ്ങി നാം പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ, പ്രതീക്ഷിക്കാത്ത വാക്കുകൾ, പ്രതീക്ഷിക്കാത്ത മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് പഴയ അനുഭവത്തിൽ പോയാൽ മതി എന്ന് എത്രയോ പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നെ നിങ്ങളെ അതിനുവേണ്ടിയല്ല ദൈവം വിളിച്ചത്. നമുക്ക് വിശ്വാസം വേണം, നമുക്ക് മുന്നോട്ട് പോകണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. 14-ാം അധ്യായത്തിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ എബ്രായ ലേഖനത്തിലെ വിഷയം അതാണല്ലോ. എബ്രായർ 11:29 പറയുകയാണ്, 29 വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. വിശ്വാസത്താൽ അവർക്ക് വേണ്ടി ചെങ്കടലിൽ ദൈവം പാത ഒരുക്കി കൊടുത്തു. ജയകരമായ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, വിശ്വാസത്താലുള്ള പാതയാണ്. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇവിടെ അവർക്ക് വേണ്ടി ഏത് പരിശോധനയുടെ നടുവിലും വിശ്വാസത്താൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം വഴിയൊക്കെ തുറക്കുന്നത്. നമ്മളത് ചിന്തിച്ചു നോക്കി. കുഞ്ഞാടിനെ അർത്ഥത കാര്യം ശരിയാ, അതിന്റെ രക്തം തലക്കാലിലും കുറുമ്പടിലും പുരട്ടിയതാണ്, അതിന്റെ മാംസം ഭക്ഷിച്ചതാണ്, ചെരിപ്പിട്ടതാണ്, കയ്യിൽ വടിയെടുത്തതാണ്, ആഘോഷത്തോടെ ഇറങ്ങിയതാണ്, പാട്ടുപാടിയതാണ്. പക്ഷെ ഇതൊന്നും ചെങ്കടൽ കിടക്കാൻ കഴിയാത്തമായിരുന്നില്ല. ചെങ്കടൽ കിടക്കണമെങ്കിൽ വിശ്വാസം വേണം. വിശ്വാസത്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ചെങ്കടൽ ഒരു പരിശോധനയാണ്. ചെങ്കടൽ പരിശോധനയ്ക്ക് സദൃശമായിട്ടുള്ള പരിശോധനയിൽ നിലനിൽക്കണമെങ്കിൽ, പരിശോധനയിൽ ജയിക്കണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ വിശ്വാസം നമുക്ക് ആവശ്യമാണ്. ഇവിടെ ദൈവം പറയുന്ന, മോശ അവരോട് സംസാരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. 13 വാക്യങ്ങൾ. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. 3 കമാൻഡ്മെന്റ് ആണ് പ്രത്യേകിച്ച് അവിടെ പറയുന്നത്.
ഒന്ന് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഫിയർ നോട്ട്, for God is on your side. ദൈവം നിങ്ങൾക്ക് വേണ്ടിയുണ്ട്, അതുകൊണ്ട് ഭയപ്പെടേണ്ട. അടുത്ത പറയാണ്, സ്റ്റാൻഡ് സ്റ്റിൽ, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ. You cannot win battle in your own strength. നിങ്ങളുടെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് യുദ്ധം ജയിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ഉറച്ചു നിന്നാൽ മതി, ധൈര്യമായി നിന്നാൽ മതി, ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്താൽ മതി, വിശ്വാസത്തിൽ നിന്നാൽ മതി, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. See the salvation of the Lord. ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുകയും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നുള്ളതാണ്. സ്റ്റാൻഡ് സ്റ്റിൽ, ഉറച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. പ്രശ്നങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ ഉറപ്പും ധൈര്യമില്ലാതിരിക്കുന്നവർക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയത്തില്ല. വിശ്വാസത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമേ വിശ്വാസത്തിന്റെ നടപ്പ് നടക്കുവാൻ കഴിയുകയുള്ളൂ. സ്റ്റാൻഡിങ് ഇൻ ദ ഫെയ്ത്ത് ക്യാൻ വാക്ക് ഇൻ ദ ഫെയ്ത്ത്. ദൈവത്തിൽ ഉള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഇവിടെ നടന്നത് നമുക്കറിയാം. മോശ വടി സമുദ്രത്തിന് നേരെ നീട്ടിയപ്പോൾ ദൈവം പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാനായി സാധിക്കുന്നത്, ദൈവം ചെയ്തത് ഇസ്രായേൽ മക്കൾക്കും ഇസ്രായേലിയർക്കും നടുവിൽ ദൈവത്തിന്റെ മേഘം വന്നു നിന്നു. അതിന്റെ ഫലമായി അവർക്ക്, ശത്രുക്കൾക്ക് അവരോട് അടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവർക്ക് വേണ്ടി ദൈവം വഴി തുറക്കുന്നതാണ് കാണുന്നത്. 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതുന്ന 20-ാം വാക്യത്തിൽ എങ്ങനെയാണ്, രാത്രി മുഴുവനും ഇസ്രായേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വന്നത് അവരുടെ മധ്യേ വന്നു. അവർക്ക് മേഘം അന്ധകാരമായിരുന്നു, ഇവർക്ക് രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. വിശ്വാസത്തിന്റെ പാത എന്ന് പറയുന്നത് ഇതാണ്. വിശ്വാസത്തിന്റെ പാത, വിശ്വാസമില്ലാത്തവർക്ക് മേഘമായിരിക്കും, അന്ധകാരമായിരിക്കും. എന്നാൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ചിറങ്ങി പുറപ്പെട്ടവർക്ക് അത് പ്രകാശമായിരിക്കും. ഇതാണ് എപ്പോഴും ലോക മനുഷ്യന്, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവന് നമ്മുടെ വഴികളെ കുറിച്ച്, നമ്മുടെ യാത്രയെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുകയില്ല. എന്നാൽ എല്ലാം ക്ലിയർ ആണ്. ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ദൈവം തന്റെ വെളിച്ചമായി നമുക്ക് വേണ്ടി വഴികളെ തുറക്കുന്നവനാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ദൈവം അവർക്ക് തമ്മിൽ ഇടയ്ക്ക് വ്യത്യാസം വരുത്തി. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം എന്ത് ചെയ്തു എന്നാണ് വായിക്കുന്നത്. ദൈവം 21-ാം വാക്യം, വേഴ്സ് 21, യഹോവ മോശ കടലിന്മേൽ കൈ നീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് കൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങി നിലമാക്കി, അങ്ങനെ വെള്ളം തമ്മിൽ വേർതിരിഞ്ഞു. മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ്, പവർഫുൾ വിൻഡ്. ഇപ്പോൾ പുറകെ ഫറവോന്റെ സൈന്യം വരുന്നുണ്ട്. മുമ്പിൽ ചെങ്കടൽ വളരെ ശക്തമായി ഇരച്ച് കലങ്ങുന്നുണ്ട്. ഇപ്പോൾ ചെവി കൂർപ്പിച്ചാൽ കേൾക്കുന്നത് വിൻഡിന്റെ വലിയ സൗണ്ടാണ്, നോയ്സാണ്. ഭയം തോന്നുന്നതാണ്. എന്നാൽ ഏത് വിഷയം അവർക്ക് ഭയമായി തോന്നിയോ ആ കാറ്റ് ദൈവം അവർക്ക് അനുഗ്രഹമാക്കി തീർത്തു. ആ കാറ്റാണ് ചെങ്കടലിനെ ഭാഗിച്ചത്. ആ കാറ്റാണ് ചെങ്കടലിൽ അവർക്ക് മനോഹരമായ പാത ഒരുക്കി കൊടുത്തത്. നമ്മെ ഭയപ്പെടുത്തുന്ന, നമ്മുടെ നേരെ ആഞ്ഞടിക്കുന്ന കാറ്റുകളെ അനുഗ്രഹമാക്കുന്ന മാർഗമാണ് വിശ്വാസത്തിന്റെ മാർഗം. ദൈവത്തെ നോക്കി ഇറങ്ങി പുറപ്പെട്ടാൽ നമുക്ക് ഇതിലൊന്നും പരാജയപ്പെടുവാനായിട്ട് ഇടയില്ല. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നതാണ്. അവർക്ക് വേണ്ടി, അവരെ ഭയപ്പെടുത്തിയ കാറ്റ് തന്നെ അവർക്ക് വേണ്ടി രക്ഷയായി തീർന്നു. ജനങ്ങൾ മുഴുവൻ ആ ചെങ്കടലിന്റെ അടിയിലൂടെ, ഒരിക്കലും ഒരു മനുഷ്യന് നടന്നു പോകാൻ കഴിയാത്ത പാതയിലൂടെ ഉറപ്പുള്ള വഴി ഒരുക്കി കൊടുത്ത് അവരക്കരെ എത്തിച്ചേരുവാനൊക്കെ ഇടയായി തീർന്നു. എന്നാൽ മിസ്രയീമ്യർ ആ വഴിയെ നടക്കാൻ നോക്കി. നമ്മുടെ വാക്യം അതാണല്ലോ. എന്നാൽ മിസ്രയീമ്യർക്ക് അത് സാധിച്ചില്ല. അവരവിടെ മുങ്ങിപ്പോകുവാനൊക്കെ ഇടയായി തീർന്നു. ഒരേ കടല് തന്നെ, ഒരേ വെള്ളം തന്നെ ഒരു കൂട്ടർക്ക് ഉണങ്ങിയ പാതയാക്കി തീർത്തു, അനുഗ്രഹമാക്കി, രക്ഷയാക്കി തീർത്തു. എന്നാൽ ആ കടല് തന്നെ, ആ വെള്ളം തന്നെ വിശ്വാസമില്ലാത്ത ജാതികൾക്ക്, മിസ്രയീമ്യർക്ക്, ശത്രുവിന് അത് ശിക്ഷയായി തീർന്നു, അത് നാശമായി തീർന്നു. The same sea becomes salvation to the Israelites, but that same sea become condemnation to the Egyptians. അതാണ് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. നാം മുമ്പേ പഠിച്ചതുപോലെ ഫറവോൻ ഇസ്രായേൽ മക്കളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ നീലനദിയിലിട്ട് അവരെ മുങ്ങിച്ചാകുവാൻ അനുവദിച്ചു. ഫറവോൻ അവന്റെ സൈന്യമെല്ലാം ആ ചെങ്കടലിൽ മുങ്ങുന്നത് കാണേണ്ടി വന്നു. വിതയ്ക്കുന്നത് തന്നെ കൊയ്യുവാനൊക്കെ കൊണ്ടിടയായി തീരും. അവരതുപോലെ കാണത്തക്ക രീതിയിൽ നമുക്ക് അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചത് ഇവിടെ ദർശിപ്പാനൊക്കെ കൊണ്ടിടയായി തീരുന്നു.
ആത്മീയാർത്ഥം ചെങ്കടൽ കടന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു ചെങ്കടൽ കടന്നതിനെ കുറിച്ച്. ചെങ്കടൽ കടന്ന ഇസ്രായേൽ മക്കൾ മോശയോട് ചേർന്നു. അതുപോലെ തന്നെ റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ യേശുവിനോട് ചേരുന്നതിനെയാണ് സ്നാനം കാണിക്കുന്നത്. അപ്പോൾ ചെങ്കടലും സ്നാനവും തമ്മിൽ ബന്ധപ്പെടുത്തിയാണ് ഇവിടെ പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. പാസ്ഓവർ എന്ന് പറയുന്നത്, പെസഹ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തെ കാണിക്കുന്നതാണ്. എന്നാൽ ചെങ്കടൽ കടക്കുക എന്ന് പറയുന്നത് അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കാണിക്കുന്നതാണ്. മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതാണ് സ്നാനത്തിലൂടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. സ്നാനം കൊണ്ട് അല്ലെങ്കിൽ ചെങ്കടൽ കടന്നുകൊണ്ട്, പെസഹ കൊണ്ട് പെനാലിറ്റി ഓഫ് ദി സിൻ, പാപത്തിന്റെ ശിക്ഷയിൽ നമുക്ക് വിടുതൽ പ്രാപിക്കുവാനായി സാധിക്കുന്നുണ്ട്. എന്നാൽ അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കുവാനായി കഴിയുന്നു. ഒന്നാമത്തെ എക്സ്പീരിയൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്നാൽ രണ്ടാമത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ആണ്. അവരോട് ചേരുന്ന ശുശ്രൂഷയാണ് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. നാം മരണത്തിൽ, അടക്കത്തിൽ, ഉയർത്തെഴുന്നേൽപ്പിൽ യേശുവിനോട് ചേരുവാൻ റോമാലേഖനം 4-5 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ, മരണത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്നാൽ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിനോട് ഐഡന്റിഫൈ ചെയ്യുന്നതായ അനുഭവമാണ് കാണിക്കുന്നത്. ഈ ശ്രേഷ്ഠമായ അനുഭവമാണ് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. പിന്നീട് മുന്നോട്ട് വരുമ്പോൾ അവർ യോർദാൻ കടക്കുന്നതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അവർക്ക് വിശ്വാസത്താൽ അവരുടെ അവകാശങ്ങൾ പ്രാപിച്ചെടുക്കുന്നതിനെയാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥമായ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ചെങ്കടൽ കടന്നതിനെ കുറിച്ച് പഠിക്കാനുള്ള പാഠം എന്താണ്? വിശ്വസിക്കുന്നതിന് മുമ്പിൽ ഒരു പ്രതികൂലത്തിന് നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. പ്രതികൂലമില്ലാത്ത ഒരു ക്രിസ്ത്യൻ ജീവിതമില്ല. എന്നാൽ പ്രതികൂലത്തെ എല്ലാം അതിജീവിക്കുവാൻ, നിരാശ തോന്നിക്കുന്ന, ഭയം തോന്നിക്കുന്ന ചെങ്കടലിലെ വെള്ളവും ആ വലിയ കാറ്റും അനുഗ്രഹമായി തീരുവാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. വിശ്വാസമാണ് അതിനാവശ്യമായിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തുന്ന കടലും ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റും വിശ്വസിക്കുന്നതിന് മുമ്പിൽ അനുഗ്രഹമായി തീരും. ചെങ്കടൽ ഭാഗിക്കപ്പെടും. കാറ്റ് ഉണക്കുവാൻ തക്കവണ്ണം, അത് ശക്തമായി അടിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഇന്ന് പകൽക്കാലം നമുക്ക് വിശ്വാസത്തോടെ മുന്നേറുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർക്കട്ടെ. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടൽ കൂടി നടന്നു. മിസ്രൈമിൽ അത് നോക്കിയിട്ട് അവർ മുങ്ങിപ്പോകുവാൻ ഇടയായി തീർന്നു. ക്രിസ്ത്യ ജീവിതത്തിൽ അധിക വിശ്വാസവും ധൈര്യവും നമുക്ക് ഉണ്ടാകേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.